നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിവരം ലഭിച്ചതനുസരിച്ചാണ് ഇവിടെ മയിലിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുത്തൂർ കല്ലേലിമുക്ക് ഭാഗത്ത് ഇടറോഡിൻ്റെ റോഡ് സൈഡിൽ ഒരു മയിലിൻ്റെ അവശിഷ്ടങ്ങൾ കുറച്ച് പിന്നെ പീലിയും അതുപോലെ തൊലിയുടെയൊക്കെയുള്ള കുറേ അവശിഷ്ടങ്ങൾ കണ്ടതായിട്ട് വന്ന് കാണുകയും അത് വിശദമായി പരിശോധിക്കുകയും തുടർന്ന് അതിന് മാസറയായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ദിവസം രാവിലെ വീണ്ടും ഇവിടെ വന്ന് പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ നാട്ടുകാർ കുറേ ആൾക്കാരെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെയും നമുക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം കൂടുതൽ ഊർജിതമായി പോകാനായിട്ടുള്ള തീരുമാനമാണ്. ഇനിയും ഈ ദേശീയ പക്ഷിയായ മയിലിൻ്റെ ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവം പിന്നെ എന്താണെന്ന് വ്യക്തമായിട്ടുള്ളത് അന്വേഷണത്തിലെ സ്ഥാനത്തിൽ തുടർ നടപടികൾ പത്തനാപുരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും സ്വീകരിക്കുന്നതായിരിക്കും. സാറിന്റെ പേര്? എൻ്റെ പേര് ബി ഗിരി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് പത്തനാപുരം. പടിഞ്ഞാറൻ മേഖലയിൽ ആദ്യമല്ലേ? അല്ല, മയിലിന്റെ സാന്നിധ്യം ഇപ്പം വളരെ കൂടുതലാണ് നമ്മുടെ ഈ മേഖലയിൽ. ആരും അങ്ങനെ ഉപദ്രവിക്കാറില്ല. ഹക്കിയുടെ മാർഗം എന്ന നിലയിൽ അതിനെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഇതെന്താണെന്ന് അവിചാരിതമായിട്ട് സംഭവമാണ്. ഇതിന്റെ നിജസ്ഥിതി വ്യക്തമായിട്ടും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിൽ കാര്യങ്ങളെപ്പറ്റി വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. സാറിന്റെ നിഗമനത്തിൽ ഒന്നിലധികം ആൾക്കാർ ഇടപെടാനുള്ള സാധ്യതയില്ലേ? അതോ ഒന്നും ഇപ്പം നമുക്ക് പറയാൻ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാം. നാട്ടുകാരെന്നും അവരെ പലരെയും ഇത് കണ്ട് സംസാരിക്കാൻ അന്വേഷണം നടത്തിയാലും അവർക്കാർക്കും ഇതിനെപ്പറ്റിയൊന്നും വ്യക്തമായ ഒരു വിവരം നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെന്തായാലും അന്വേഷണം നടക്കട്ടെ. അപ്പൊ ഈ ദേശീയ പക്ഷിയായ മയിലിനെ പിന്നെ വകവരുത്തി കഴിഞ്ഞാൽ കൊന്നു കഴിഞ്ഞാലുള്ളതായ ശിക്ഷകൾ എന്തൊക്കെയാണ്? അത് പിന്നെ വലിയ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം വലിയ പിന്നെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി മയില പിന്നെ ഇനമാണ്. 3 വർഷം മുതൽ 7 വർഷം വരെ ആകാവുന്ന ശിക്ഷയാണ് അതിന് പിന്നെ പ്രതികൾക്ക് കിട്ടുന്നത്. എന്തായാലും ഇത് എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടില്ല. അന്വേഷണത്തിൽ വരുമ്പോഴേ അതിന്റെ ബാക്കി ഉള്ള കാര്യം കഴിയും. അപ്പൊ സാറ് അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയായിരുന്നു? അതിന്റെ മാസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ മാസ്റ്റർ തയ്യാറാക്കിയിട്ടാണ് നമ്മളിപ്പോൾ അന്വേഷണം നടന്നു വരുന്നത്. അത് അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ പീലി, അതിന്റെ തൊലി, അങ്ങനെയുള്ള പിന്നെ കഷ്ണങ്ങളൊക്കെയാണ് കണ്ടത്. വഴിയേരിയിൽ കൊണ്ട് അത് അവരെടുത്തുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടത്. അതിനെ പിന്നെ നമുക്ക് പിന്നെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്കിപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. വേറെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ഏകദേശം ഇതിന്റെ ആളാണ്, ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു സന്ദേശം സാറിനെ അറിയിക്കാമല്ലോ. അത് പിന്നെ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് അതുപോലെ ഇവിടുത്തെ വന്ന പബ്ലിക്കിനും ഒക്കെ നമ്മുടെ ഓഫീസിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെടുത്ത് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിലാണ്, കേസിന്റെ കാര്യത്തിലല്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം നടന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങത്തുള്ളൂ. ഓക്കെ.